Hello and welcome back. So in this video, we will be talking about Stop All the Clocks or Funeral Blues, a poem written by Britain's favorite writer W.H. Auden. So let's talk about it. The speaker here is going through a very pathetic stage. എന്താണ് ആ പത്തറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ലോസ് സമ്മൺ, ആരോ മരിച്ചുപോയി, വളരെ ക്ലോസ് ആയിട്ടുള്ള ആരോ മരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു ഗ്രീഫ് ഉണ്ട്. ആ ഗ്രീഫിൻ്റെ റിസൾട്ടായിട്ട് ഹീസ് മേക്കിംഗ് സം ഹൈപ്പർബോളിക് റിക്വസ്റ്റ്. ഹൈപ്പർബോളിക് റിക്വസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ നോർമൽ റിക്വസ്റ്റ് അല്ലാണ്ട്, നിങ്ങൾ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവരാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഹൈപ്പർബോളിക് എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ മീനിങ് എന്ന്. നമുക്ക് നോർമൽ ലെവലിൽ നിന്നല്ലാണ്ട് കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള റിക്വസ്റ്റ് ഒക്കെ പറയുന്നതിനെയാണ് ഹൈപ്പർബോളിക് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചു, എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു, അപ്പം അത് സഹിക്കാൻ വയ്യാണ്ട് ഞാൻ മറ്റുള്ളവരിലേക്കും ആ ഗ്രീഫിനെ എത്തിക്കാനായിട്ട് കുറച്ച് എക്സ്ട്രീം മെഷേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതാണ് സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ് അല്ലെങ്കിൽ ഫ്യൂണറൽ ബ്ലൂസ് എന്ന് പറയുന്ന ഈ പോയത്തിനകത്ത് പറയുന്നത്. സോ ലെറ്റ്സ് റീഡ് ഇറ്റ് ഔട്ട്. സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ്, cut off the telephone, prevent the dog from barking with a juicy bone, silence the pianos and with muffled drum, bring out the coffin, let the mourners come. Here we can clearly see that the poet wants the whole world to stop all the clock. സമയം തന്നെ അങ്ങ് നിൽക്കട്ടെ. അത് ഭയങ്കര ഹൈപ്പർബോളിക് ആയിട്ടുള്ള റിക്വസ്റ്റ് അല്ലേ? എല്ലായിടത്തെയും ക്ലോക്കുകൾ നമുക്ക് നിർത്താനായിട്ട് പറ്റുമോ? എല്ലായിടത്തെയും സമയം നിലയ്ക്കാനായിട്ട് പറ്റുമോ? സമയം നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും നിലച്ചു പോകട്ടെ. കാരണം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു, ഞാനപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ള സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും അതിലൊരു പാർട്ടായിട്ട് മാറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അവിടെ നിർത്ത്. സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ്, എല്ലായിടത്തെ സമയം അങ്ങ് നിൽക്കട്ടെ, വേൾഡ് മൊത്തത്തിൽ ഒരു ഹോൾട്ടിൽ വന്ന് നിൽക്കട്ടെ. അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് ഈ വേൾഡിൽ മറ്റൊരു തരത്തിലുള്ള സൗണ്ടും കേൾക്കാനായിട്ട് താല്പര്യമില്ല. എനിക്കെല്ലാവരെയും സൈലൻസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ വേൾഡ് മൊത്തവും സ്റ്റോപ്പായി. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചതിൽ അതിൻ്റെ റിസൾട്ടായിട്ട് എൻ്റെ വേൾഡ് സ്റ്റോപ്പായി. ഇനി നിങ്ങളുടെയും കൂടെ ഇതുപോലെ തന്നെ ആവട്ടെ. അതുകൊണ്ട് എന്നുവെച്ചാൽ ഒരു കേഴ്സ് പോലെ പറയുമല്ല, എൻ്റെ ഗ്രീഫിൽ നിങ്ങളും ഒരു പാർട്ടായിട്ട് മാറട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ സങ്കടപ്പെടുന്നു, നിങ്ങളും എൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് സങ്കടപ്പെടണം. മറ്റുള്ള ഒരു ടൈപ്പ് സൗണ്ടും എനിക്ക് കേൾക്കാനായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല. അതുകൊണ്ട് പിയാനോയുടെ സൗണ്ട്, ഈ സൗണ്ട്, ഡ്രമ്മിൻ്റെ സൗണ്ട്, ഇതെല്ലാം അങ്ങ് നിലയ്ക്കട്ടെ. ഓൾസോ അവിടെ ഒരു പട്ടി ബാർക്ക് ചെയ്യുന്നുണ്ട്. ആ പട്ടി ബാർക്ക് ചെയ്യാതിരിക്കാനായിട്ട് അതിലൊരു ജ്യൂസി ബോൺ ഇട്ട് കൊടു. അപ്പം അത് ആ ബോണും കഴിച്ചിട്ട് അവിടെ മിണ്ടാണ്ടിരുന്നോളും. അതിൻ്റെ സൗണ്ട് പോലും എനിക്ക് അങ്ങോട്ട് കേൾക്കാനായിട്ട് സഹിക്കുന്നില്ല. എല്ലാവരും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു സീ ദാറ്റ്. എനിക്ക് അതൊന്നും ആവശ്യമില്ല. എല്ലാവരും എന്നെ പോലെ സങ്കടം കാണിക്കണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്ന ഈ സ്പീക്കർ. ആദ്യമേ തന്നെ പറയുന്നുണ്ട് ക്ലോക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് കട്ട് ഓഫ് ദ ടെലിഫോൺ ലൈൻ, ടെലിഫോൺ എല്ലാം കട്ട് ചെയ്യണം. അതായത് കമ്മ്യൂണിക്കേഷനേ പോസിബിൾ ആവരുത്, അതെല്ലാം കട്ട് ഓഫ് ചെയ്യണം. ഒരു പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ തന്നെ നിലച്ചു പോകണം. ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും നടക്കരുത്. കാരണം അത്തരത്തിലുള്ള വലിയൊരു ഗ്രീഫിലാണ് നമ്മളുടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് മീനിങ്ലെസ് ആയിട്ടേ അദ്ദേഹത്തിന് തോന്നുന്നുള്ളൂ. കാരണം എൻ്റെ ഫ്രണ്ട് മരിച്ചുപോയി അല്ലെങ്കിൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചുപോയി, ബാക്കി നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഇതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പം മീനിങ്ലെസ് ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങളും ചെയ്യണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ആ പറയുന്നത്. ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ പിയാനോ ആണെങ്കിലും ഡ്രം ആണെങ്കിലും ഇതെല്ലാം മ്യൂട്ട് ചെയ്യുക. തൻ്റെ ഗ്രീഫ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ രീതിയിൽ അയാളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് പറയുന്നത്. ഇതിൽ ബ്രിങ് ഔട്ട് ദ കോഫിൻ എന്ന് പറയുന്നില്ലേ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഒരു മരണത്തിനെയാണ് പറയുന്നത്. ഒരാൾ മരിച്ചു, വേറെ രീതിയിലുള്ള ബ്രേക്കപ്പും കാര്യങ്ങളും ഒന്നുമല്ല, മരണത്തെ പറ്റിയാണ് പറയുന്നത് എന്നറിയാനായിട്ട് നമുക്ക് ആ ഒരു ലൈൻ വായിക്കുമ്പോൾ അറിയാം. ബ്രിങ് ഔട്ട് ദ കോഫിൻ. ലെറ്റ് എയ്റോപ്ലെയിൻസ് സർക്കിൾ മോർണിംഗ് ഓവർഹെഡ്, scribbling on the sky the message,
he is dead. Put crepe bows round the white necks of the public doves. Let the traffic policemen wear black cotton gloves. The speaker is emotionally shaken already. So his thinking, his way of thinking is not at all stable. And he's trying to convey this idea, convey this hyperbolic request that he wants to see this aeroplane mourning over his head, scribbling the note that he is dead. എന്ന് വെച്ചാൽ വളരെയധികം സങ്കടത്തിൽ നിൽക്കുവാണ്. ആ സങ്കടത്തിലും അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ മനുഷ്യൻ മരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. അത് എല്ലാവരും അറിയണം. അതൊരു പബ്ലിക്കായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറണം. ഏത് എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ എയ്റോപ്ലെയിൻസ് ഒക്കെ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് ഹീ ഈസ് ഡെഡ് എന്നുള്ള ഒരു മെസ്സേജ് ആകാശത്തിൽ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്ത് എഴുതി കാണിക്കണം. അത്തരത്തിലുള്ള ഹൈപ്പർബോളിക് റിക്വസ്റ്റുകളാണ് നമ്മളെ സ്പീക്കർ അവിടെ മുന്നോട്ട് വെക്കുന്നത്. ആൻഡ് ഓൾസോ ദ സൗണ്ട് ഓഫ് ദ എയ്റോപ്ലെയിൻ ഷുഡ് റിസംബിൾ ദ സൗണ്ട് ഓഫ് മോർണിംഗ്. കരയുന്ന അല്ലെങ്കിൽ ആ സങ്കടം കാണിക്കുന്ന ആ ഒരു സൗണ്ട് തന്നെ ആയിരിക്കണം എയ്റോപ്ലെയിൻ തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പോകുമ്പോൾ ഉള്ള സൗണ്ട് എന്ന്. അങ്ങനെ ഒരു റിസംബ്ലൻസും കൂടെ അതിന് വേണം എന്നുള്ള തരത്തിലാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് റിക്വസ്റ്റ് ഇസ് ലൈക്ക് ദിസ്. ഹി വാണ്ട്സ് ടു സീ പബ്ലിക് ഡൗസ് വിയറിംഗ് എ റിബൺ അറൗണ്ട് ഇറ്റ്സ് നെക്ക്. ഡവിൻ്റെ, അതായത് വെള്ളരിപ്രാവിൻ്റെ കഴുത്തിന് ചുറ്റും തുണി വെച്ചുണ്ടാക്കിയ ഒരു റിബൺ കെട്ടിയിട്ട് അതിനെ പറത്തി വിടണം. ഡവ് എന്ന് പറയുന്നത് ലവിൻ്റെയും പീസിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഡവിൻ്റെ കഴുത്തിന് ചുറ്റും ഒരു റിബൺ കെട്ടി ആ ഒരു ഗ്രീഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിബൺ കെട്ടിയിട്ട് പറത്തി വിടുമ്പം എല്ലാവരും കാണുമല്ലോ. ഡവ്സ് ഇങ്ങനെ റിബൺ വെച്ചിട്ട് പറന്നു പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തോ സംതിങ് ഹാസ് ഹാപ്പൻഡ് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം എല്ലാവരും അറിയട്ടെ, ഞാനിവിടെ സങ്കടത്തിലാണെന്നുള്ള കാര്യം എല്ലാവരും അറിയട്ടെ. And also, it is not just about the aeroplanes, it is not just about the public doors, it is also about the traffic policemen. എല്ലാ വഴികളെയും ആൾക്കാർ പോകുന്നതിന് വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യുന്ന ട്രാഫിക് പോലീസ്മെന്നിൻ്റെ കയ്യിലുള്ള ഗ്ലൗസിൻ്റെ കളർ മാറ്റിയിട്ട് അത് ബ്ലാക്ക് ഗ്ലൗസ് ആക്കൂ. അപ്പം പോകുന്നവരും വരുന്നവരും എല്ലാവരും കാണും. സമ്മൺ ഈസ് മോർണിംഗ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അപ്പം പബ്ലിക്കായിട്ടുള്ള എല്ലാവിധ പ്രോപ്പർട്ടീസിലും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ടുള്ളവരുടെ അടുത്തും എല്ലാത്തിനകത്തും ഈ എൻ്റെ ഗ്രീഫ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരട്ടെ. ഹി വാസ് മൈ നോർത്ത്, മൈ സൗത്ത്, മൈ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, മൈ വർക്കിംഗ് വീക്ക് ആൻഡ് മൈ സൺഡേ റെസ്റ്റ്, മൈ noon, my midnight, my talk, my song. I thought that love would last forever. I was wrong. For the speaker, the person who is dead was everything. എൻ്റെ ഈസ്റ്റ് ആയിരുന്നു, എൻ്റെ വെസ്റ്റ് ആയിരുന്നു, എൻ്റെ നോർത്ത് ആയിരുന്നു, എൻ്റെ സൗത്ത് ആയിരുന്നു, എൻ്റെ എല്ലാ ഡയറക്ഷൻസും, എൻ്റെ ഹോൾ വേൾഡ് എന്ന് പറയുന്നതേ ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഓരോ ഡയറക്ഷൻസിൻ്റെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ദിവസവും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എല്ലാ ദിവസവും ഇയാളായിരുന്നു. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ ഇയാളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വീക്ക് ഡേയ്സ് ഇയാളായിരുന്നു. ഞാൻ റെസ്റ്റ് എടുക്കുന്ന സൺഡേ അതും ഇയാളായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നിടം തൊട്ട് ഞാൻ ഉറങ്ങുന്നിടം വരെയുള്ള എല്ലാ ടൈമും ഇയാളുടേതായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇപ്പോൾ ഇല്ലാണ്ടായിപ്പോയത്. നത്തിങ് ഈസ് പെർമനൻ്റ് എന്നുള്ള ഒരു ഫാക്റ്റാണ്, ഒരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം പെർമനൻ്റ് ആണെന്നാണ്, ദിസ് ഇസ് ഫോർ എവർ എന്നുള്ള കാര്യം, ഐ എം ഗോണ എൻജോയ് ദിസ് ഫോർ എവർ എന്നുള്ള കാര്യം അയാളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പക്ഷെ അയാൾ തെറ്റായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു അയാളുടെ ഉള്ളിലുണ്ടായിരുന്നതെന്ന് തിരിച്ചറിയുന്നത് മറ്റേയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, തന്നെ വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് ക്ലിയർ ആയത് നത്തിങ് ഈസ് ഗോയിങ് ടു സ്റ്റേ ഫോർ എവർ. എല്ലാം ഒരു സമയം കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ് ഫാക്റ്റ്. നമ്മൾ അതിനെ എപ്പോഴും മനസ്സിൽ കാണണം. എല്ലാം ടെമ്പററി ആണ്, പെർമനൻ്റ് ആയിട്ട് ഒന്നും നമ്മളുടെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ള ഒരു കാര്യം അയാൾ മരിച്ചപ്പോഴാണ് നമ്മളുടെ സ്പീക്കറിന് മനസ്സിലായത്. The stars are not wanted now. Put out everyone. Pack up the moon and dismantle the sun. Pour away the ocean and sweep up the wood. For nothing now can ever come to any good. ഈ സ്റ്റാൻസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, the speaker already knows that nothing is going to please him anymore.
ഇനി എന്തൊക്കെ വന്നാലും ഇനിയിപ്പം സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു കാര്യം കാണുമ്പം എനിക്ക് വലിയ അട്രാക്ഷൻ ഒന്നും തോന്നുന്നില്ല, എനിക്ക് ഭയങ്കര അത് അതിന് യൂസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ നല്ല ആകാശത്ത് ഇങ്ങനെ സ്റ്റാറൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, അതിങ്ങനെ ഗ്ലോ ചെയ്യുമ്പോൾ ആ കാണാനൊരു ഭംഗിയില്ലേ. അതൊക്കെ കണ്ടിട്ട് പോലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും വരുന്നില്ല. അതെല്ലാം എടുത്ത് മാറ്റ്, അതെല്ലാം അണച്ച് കളയൂ, എനിക്ക് ആ ലൈറ്റ് ഇനി ആവശ്യമില്ല. അതുപോലെ തന്നെ എന്തൊക്കെയാണോ ഇപ്പം സണ്ണാണെങ്കിലും മൂണാണെങ്കിലും ഇതിൻ്റെ ഒന്നും ആവശ്യം ഇനി ഈ ലോകത്തിനേ ഇല്ല. എൻ്റെ ലോകം മൊത്തത്തിൽ മങ്ങിപ്പോയി, ഇനി എനിക്ക് ഈ ലൈറ്റിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇതെല്ലാം എൻ്റെ ലൈഫിൽ ഇറലവൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊന്നും എന്നെ ഇനി പ്ലീസ് ചെയ്യുന്നതല്ല, ഇതിലൊന്നും എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. ഐ ഡോണ്ട് വോണ്ട് ടു സീ ഇറ്റ് എനിമോർ. എനിക്കൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം എനിക്ക് കൊള്ളാം, നല്ല ഭംഗിയായിരുന്നു, എനിക്ക് എൻജോയ് ചെയ്യാൻ ഐ വാസ് ഏബിൾ ടു എൻജോയ് ദ ഹോൾ തിങ്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ബട്ട് ഹീ ഈസ് നോ ലോങ്ങർ വിത്ത് മീ. എൻ്റെ കൂടെ ആ ആൾ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും, ഈ നേച്ചറിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കാണാനായിട്ടോ എൻജോയ് ചെയ്യാനായിട്ടോ സാധിക്കുന്നില്ല. ഓൾസോ ഓഷനിലുള്ള വെള്ളം അതെല്ലാം എടുത്തും കളാം. ആ വെള്ളം എനിക്ക് അതിൻ്റെ വേവ്സ് ഒന്നും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം തൂത്തുവാരി കളാ, സ്വീപ്പ് ചെയ്ത് കളാ. ഫോറസ്റ്റും എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും തരുന്നില്ല. ഐ എം കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ്. എനിക്ക് ഈ നേച്ചറിലുള്ള യാതൊരുവിധ എലമെൻസിൽ നിന്നും എനിക്ക് യാതൊരുവിധ സന്തോഷവും കിട്ടുന്നില്ല. എനിക്ക് ആ എൻജോയ് ചെയ്യാനായിട്ടുള്ള കഴിവെല്ലാം എന്നിൽ നിന്ന് നഷ്ടമായി പോയി കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളായിരുന്നു എനിക്കെല്ലാം. അതില്ലാണ്ട് ഞാനിനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? യാതൊരുവിധ ഹോപ്പും ഇല്ലാണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? എന്തായാലും എൻ്റെ ലോകം മൊത്തത്തിൽ മങ്ങിപ്പോയി. നിങ്ങളും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറൂ എന്നാണ് നമ്മളുടെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ ഇവിടെ പറയുന്നത്.